പ്രതി സന്ദീപ് മദ്യലഹരിയിലായിരുന്നെങ്കിലും തന്റെ പ്രവൃത്തിയെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നുവെന്ന പ്രോസിക്യൂഷൻ വാദം കോടതിയിൽ തെളിയിക്കാനായതാണ് കേസിൽ നിർണായകമായത്. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന വാദവും കോടതി തള്ളി. കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനാണെന്നാണ് കൊല്ലം 1-ാം അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി. വിധി കേൾക്കാൻ വന്ദനയുടെ മാതാപിതാക്കളായ KG മോഹൻദാസും വസന്തകുമാരിയും കോടതിയിലെത്തിയിരുന്നു. പ്രോസിക്യൂഷൻ വാദങ്ങളിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്ന് അവർ പറഞ്ഞു. ശിക്ഷ പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ പൂർണ്ണമായ നീതി ലഭിച്ചോ എന്ന് പറയാൻ കഴിയൂ എന്നും വിധിപ്പിക്കൊണ്ട് അവർ പ്രതികരിച്ചു. എന്താണ് ഈ വിധി കേട്ട് പുറത്തിറങ്ങുമ്പോൾ പറയാനുള്ളത്? വിധി വന്നതിന് ശേഷം പറയാം. പരമാവധി ശിക്ഷ ലഭിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് ലഭിക്കുമെന്നാണ് കോടതി എന്നുള്ള പ്രതീക്ഷ അല്ലേ? നന്നായിട്ട് വാദിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി 100% അദ്ദേഹം. 2023 മെയ് 10 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലായിരുന്നു അതിക്രൂരമായ കൊലപാതകം നടന്നത്. 26 മുറിവുകളാണ് വന്ദനയുടെ ശരീരത്തിലുണ്ടായിരുന്നത്. സർജിക്കൽ കത്രിക ഉപയോഗിച്ച് വന്ദനയെ പിന്തുടർന്ന് കുത്തുന്നത് ഉൾപ്പെടെയുള്ള CCTV ദൃശ്യങ്ങൾ കേസിലെ ശക്തമായ തെളിവുകളായി. 70ഓളം സാക്ഷികളെയും കോടതി വിസ്തരിച്ചു. കേരളത്തെയാകെ നടുക്കിയ കൊലപാതകത്തിൽ പ്രതിക്ക് തൂക്കുമരം ലഭിക്കുമോ അതോ ജീവപര്യന്തം തടവാണോ എന്നതാണ് ഇനി അറിയേണ്ടത്.